അസ്സലാമു വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കഴിഞ്ഞ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ തസവ്വുർ എന്താണ്, തസ്ദീഖ് എന്താണ് എന്ന് മനസ്സിലാക്കി. തസ്ദീഖ് എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ജുംലയായിരിക്കും. അപ്പോൾ പൂർണ്ണമായ അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു വാക്യം, അതാണല്ലോ തസ്ദീഖ്. ആ തസ്ദീഖിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. ഇതിലാദ്യമായി നമ്മൾ ഖളിയ, ഒരുപാട് കേട്ടതാണ്, ഇംഗ്ലീഷിൽ കേസ് എന്ന് പറയും, നമുക്ക് ജുംല എന്ന് തന്നെ വിളിക്കാം. ഒരു സമ്പൂർണമായ അർത്ഥം ധ്വനിപ്പിക്കുന്ന വാക്യം, അതിനെക്കുറിച്ച് ആണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്. ഫസ്ലുൻ ഫി തസ്ദീഖാത്തി, തസ്ദീഖാത്തിനെ കുറിച്ചുള്ള ഫസ്ൽ. ഇതിൽ ആദ്യമായി അൽ ഖളിയ. ഖളിയ എന്ന് പറഞ്ഞാൽ ഖൗലുൻ യഹ്തമിലു സിദ്ക വൽ കദിബ, ഒന്നുകിൽ നുണ അല്ലെങ്കിൽ സത്യം എന്ന് പറയാവുന്ന വാക്കാണ് ഖളിയ. അല്ലാത്തതിനെ ഖളിയ എന്ന് വിളിക്കാൻ പറ്റൂല. മഴ പെയ്യുന്നു എന്നോ മഴ പെയ്യുന്നില്ല എന്നോ രണ്ടാണെങ്കിലും ആ രണ്ടും ഒന്നുകിൽ നുണയായിരിക്കും അല്ലെങ്കിൽ സത്യമായിരിക്കും. ഇങ്ങനെ പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ആണ് ഖളിയ എന്ന് പറയുന്നത്. ഓക്കെ, ഖൗലുൻ. അപ്പോൾ ഇവിടെ തരീഫ് ഉണ്ടല്ലോ, ഖൗലുൻ യഹ്തമിലു സിദ്ക വൽ കദിബ. ഇവിടെ പറഞ്ഞ ഖൗല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗല് എന്ന് പറഞ്ഞാൽ, ഖളിയ അവിടെ നിൽക്കട്ടെ, ഖൗല് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖൗലു ഫി ഉർഫി ഹാദൽ ഫന്നി, മന്തിക്കിൽ ഖൗല് എന്ന് പറഞ്ഞാൽ യുകാലുലിൽ മുറക്കബി, ഒരു മുറക്കബായ ഒരു കോമ്പൗണ്ടായ വസ്തുവിനെ കുറിച്ചൊക്കെ നമുക്ക് ഖൗല് എന്ന് പറയാം. സവാഅൻ കാന മുറക്കബൻ മഅകൂലൻ ഔ മൽഫൂള. ഖൗല് നമ്മൾ കേട്ടതൊക്കെ ഖൗല്, ഖാല, പറയുക എന്നുള്ളതാണ്. അതല്ല മന്തിക്കിൽ. മന്തിക്കിൽ അത് നമ്മുടെ മനസ്സിലുള്ളതാവട്ടെ അല്ലെങ്കിൽ മൊഴിഞ്ഞതാവട്ടെ, അല്ലേ? അപ്പോൾ നമ്മുടെ വ്യാകരണശാസ്ത്രത്തിലുള്ള അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തിലുള്ള കൗലല്ല മന്തിക്കിൽ എന്നർത്ഥം. ഭാഷാശാസ്ത്രത്തിൽ കൗല് എന്ന് പറഞ്ഞാൽ മൊഴിയുന്നതിനെയാണ് കൗല് എന്ന് വിളിക്കുന്നത്. ഖാല എന്നതിൻ്റെ മസ്തറായിട്ട് കൗല്. ഇതങ്ങനെയല്ല. മന്തിക്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പറയുന്നതിനെയും നമുക്ക് കൗലെന്ന് വിളിക്കാം, പറയുന്ന കോമ്പൗണ്ടിനെയും കൗലെന്ന് വിളിക്കാം. നമ്മുടെ മനസ്സിലുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിലുണ്ട് പറയാൻ കഴിയുന്നില്ല എന്ന് പറയില്ലേ, ആ ഒരു മുറക്കബിനെയും നമുക്ക് കൗലെന്ന് വിളിക്കാം. അപ്പോൾ അൽ മുറക്കബു, മുറക്കബുൻ മാക്കൂല് അല്ലെങ്കിൽ മുറക്കബുൻ മൽഫൂദ്. ഓക്കെ, ഫത്താരീഫു. അപ്പോൾ കൗല് എന്ന് പറയുന്ന താരീഫ് അല്ലെങ്കിൽ ഖളിയയുടെ താരീഫിലുള്ള കൗല് യസ്തമിലുൽ ഖളിയത്തൽ മാക്കൂല വൽ മൽഫൂല, മനസ്സിലുള്ള ഖളിയയെയും മൊഴിയുന്ന ഖളിയയെയും രണ്ടിനെയും നമുക്ക് ഖളിയ എന്ന് വിളിക്കാം, കൗല് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് യഹ്തമിലു സിദ്ക വൽ കദിബ. അപ്പോൾ സിദ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തത് സിദ്ക്ക്. സിദ്ക്ക് എന്ന് പറഞ്ഞാൽ അൽ മുതാബഖത്തു ലിൽ വാഖി, ഇവിടെ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ആ കാര്യത്തോട് യോജിക്കുക എന്നാണ്. എന്താ ഞാൻ പറഞ്ഞത്? പുറത്തു മഴ പെയ്യുന്നു എന്നുള്ളത്, അത് പുറത്തു മഴ പെയ്യുക എന്നുള്ളതാണ് വാക്യം. ആ വാക്കിനോട് എൻ്റെ കൗല് യോജിക്കുക, അതാണ് മഴ പെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് സത്യമായി. വൽ കിദ്ബു അല്ലെങ്കിൽ കദിബു. കദിബ് എന്ന് പറഞ്ഞത് അല്ലാ മുതാബഖത്ത് ലഹു, പുറത്ത് എന്താണോ സംഭവിക്കുന്നത് അതിനോട് യോജിക്കാതിരിക്കുക. ഞാൻ മഴ പെയ്യുന്നു എന്ന് പറയുക, പുറത്ത് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സംഭവിക്കുന്നത്, പെയ്യുന്നില്ല എന്നുള്ളതാണ് പുറത്ത് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ കൗല് പുറത്ത് സംഭവിക്കുന്നതിനോട് യോജിക്കുന്നില്ല, അപ്പോൾ അത് കദിബായി. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ സംഗതി, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വഹാദൽ മായന, ഈ സിദ്ക്കിനെയും കദിബിനെയും അറിയാം. എന്താ സിദ്ക്ക് എന്ന് പറഞ്ഞാൽ വാക്കിനോട് യോജിക്കുക, കദിബ് എന്ന് പറഞ്ഞാൽ വാക്കിനോട് യോജിക്കാതിരിക്കുക. ഈ ഒരു വിവരം, അതാണല്ലോ സിദ്ക്ക് കദിബ്. സിദ്ക്കിനെയും കദിബിനെയും ഇപ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞല്ലോ. ഈ അറിയുക എന്നുള്ളത് ലാ യതവഖഫു മഅരിഫത്തുഹു, ഈ സിദ്ക്കിനെയും കദിബിനെയും അറിയണമെങ്കിൽ എന്തു വേണ്ട? അലാ മഅരിഫത്തിൽ ഖബരി വൽ ഖളിയത്തി, ഖബറിനെയും ഖളിയനെയും അറിയണം എന്നില്ല. ഒരാൾക്ക് ഖളിയ എന്താണെന്ന് മനസ്സിലായാലേ, അല്ലെങ്കിൽ ഒരാൾക്ക് ഖബർ എന്താണെന്ന് മനസ്സിലായി. ഖബറും ഖളിയും മുത്തറാദിഫാണ്, സിനണിംസാണ്. അപ്പോൾ ഖളിയ അല്ലെങ്കിൽ ഖബർ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞാലേ സിദ്ക്ക് എന്താണെന്ന് കദിബ് എന്താണെന്ന് അറിയുള്ളൂ എന്നില്ല. ഫലാ യൽസമുദ്ദൗർ, അപ്പോൾ അവിടെ ദൗറ് വരുന്നില്ല. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ് ഒരാൾക്ക് സിദ്ക്ക് എന്താണ് കദിബ് എന്താണ് എന്നറിയണമെങ്കിൽ ഖളിയ അറിയണമെന്നില്ല, ഖബർ അറിയണം. രണ്ടാണ്, രണ്ടും വ്യത്യസ്തമായി നിലനിൽക്കുന്ന സംഗതികളാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മിർക്കാത്തിലൊക്കെ പഠിച്ച ചില സംഗതികളാണ് ഹംലിയ. ഹംലിയ രണ്ട് വിധമാണ്, മൂജബ, സാലിബ. മൂജബ പോസിറ്റീവ്, സാലിബ നെഗറ്റീവ്, അല്ലേ? മുസ്ബത്ത്, മംഫി എന്ന് പറയുന്നത് പോലെ.
ഈ ഒരു ഹംലിയായ കളിയയിൽ രണ്ട് സംഗതികളാണ് ഉണ്ടാവുക. ഉദാഹരണം സെയ്ദുൻ ഖായിമുൻ. ഈ സെയ്ദിനെ അഥവാ മഹ്കൂമ് അലൈഹി, ഖിയാമ് എന്ന് പറയുന്ന ഹുക്കുമിനെ ആർക്കാണോ നമ്മൾ നൽകുന്നത് അതാണല്ലോ മഹ്കൂമ് അലൈഹി. അതിവിടെ സെയ്ദാണ്. സെയ്ദിനെ നമ്മൾ മൗലു എന്ന് വിളിക്കും. രണ്ടാമത്തെ ഖായിമ് എന്ന് പറയുന്ന മഹ്കൂമ് ബിഹി, എന്താണോ ഹുക്കുമ് അതാണ് മഹ്കൂമ് ബിഹി, അതിനെ നമ്മൾ മഹ്മൂൽ എന്ന് വിളിക്കും. ഈ സെയ്ദിനെയും ഖായിമിനെയും ചേർത്താൻ, സെയ്ദ് വേറെയാണ് ഖായിമ് വേറെയാണ്, ഇതിന് രണ്ടിനെയും ചേർത്താൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു റാബിത്ത വേണ്ടി വരും. ഈ റാബിത്തനെ നമ്മൾ ഒരു വാസിത്ത വേണ്ടി വരും, അതിനെ നമ്മൾ റാബിത്ത എന്നൊക്കെ വിളിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫഇൻ കാനൽ ഹുക്കുമു ഫീഹ, ഈ കളിയയിലുള്ള ഹുക്കുമ്, ഈ കളിയയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി സുബൂത്ത് ഷെയ്ഇൻ ലി ഷെയ്ഇൻ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ സുബൂത്ത് ചെയ്യുക, സ്ഥിരപ്പെടുത്തുക എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഔ നഫീഹി അൻഹു, ഈ വസ്തുവിൽ നിന്ന് മറ്റേ വസ്തുവിനെ എടുത്തു മാറ്റുക, ഒഴിവാക്കുക എന്നുള്ളതാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ പേര് ഹംലിയ എന്നായിരിക്കും. അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ആണ് ഹംലിയ. ആ ഹംലിയ ഒന്നാമത്തെ അർത്ഥത്തിൽ സുബൂത്ത് ഷെയ്ഇൻ ലി ഷെയ്ഇൻ എന്ന അർത്ഥത്തിൽ മൂജബയാണ്, നഫ്യു ഷെയ്ഇൻ ലി ഷെയ്ഇൻ എന്ന അർത്ഥത്തിൽ സാലിബയാണ്. ഫയുസമ്മൽ മഹ്കൂമ് അലൈഹി, അപ്പോൾ ഈ കളിയയിൽ ആർക്കാണോ നമ്മൾ ഹുക്കുമ നൽകുന്നത് അതിനെ മൗലു എന്ന് വിളിക്കും. വൽ മുഹ്കൂമ് ബിഹി, എന്ത് ഹുക്കുമാണോ നൽകുന്നത് അതിനെ നമ്മൾ മഹ്മൂല് എന്ന് വിളിക്കും. വദ്ദാലു അല നിസ്ബത്തി, ഈ മഹ്കൂമ് അലൈഹിയുടെയും മഹ്കൂമ് ബിഹിൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ അറിയിക്കുന്നതിനെ റാബിത്ത എന്നും വിളിക്കും. ഓക്കെ, ഇനി അത് പറയാം. എന്തുകൊണ്ട് ഇതിന് മൗലു എന്ന് വിളിക്കും? മറ്റൊക്കെ നമുക്കറിയാം, ഹംലി എന്താണെന്നൊക്കെ കുറേ പഠിച്ചതുകൊണ്ട് അതിൻ്റെ തഫ്സീറിലേക്ക് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മൗലു എന്ന് പറഞ്ഞാൽ സെയ്ദുൻ ഖായിമുൻ എന്നുള്ളതിൽ സെയ്ദാണ് മൗലു. കാരണം ലി അന്നഹു, അത് വുളിഅ, അത് വെക്കപ്പെട്ടിരിക്കുന്നു, മൗലു വുളിഅ വെക്കപ്പെട്ടിരിക്കുന്നു, വ ഉയ്യിന നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ലി യഹ്കുമ അലൈഹി അതിൻ്റെ മേൽ ഹുക്കും പറയാൻ. ഖിയാമ് എന്ന് പറയുന്ന ഹുക്കും പറയാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയ ഒരാളാണ്, വെക്കപ്പെട്ട ഒരാളാണ് സെയ്ദ്, അതുകൊണ്ടാണ് അത് മൗലു. മറ്റേ ഖായിമ എന്നുള്ളത് എന്തുകൊണ്ട് മഹ്മൂലി എന്ന് പറയുന്നു? ലി അന്നഹു അംറുൻ ജുഇല മഹ്മൂലൻ ലി മൗലൂഇഹി, അല്ലേ, അതൊരു കാര്യമാണ്. ഖായിമ എന്നുള്ളത് ഒരു വസ്തുവാണ്. ജുഇല അതിനാക്കപ്പെട്ടിരിക്കുന്നു, മഹ്മൂലൻ ചാർത്തപ്പെടുകയാണ്, അതിനെ ചാർത്തപ്പെടുകയാണ്, ലി മൗലൂഇഹി അതിൻ്റെ മൗലൂ ആയ സെയ്ദിന് ചാർത്തപ്പെടുന്ന വസ്തുവാണ് ഖായിമ, അതുകൊണ്ടാണ് അത് മഹ്മൂൽ ചാർത്തപ്പെടുന്നത്. വദ്ദാലു അല നിസ്ബത്തി, ഇവ രണ്ടിനും ഇടയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അൽ ലഫ്ലത്തുൽ മദ്കൂറത്തു ഫിൽ ഖളിയത്തിൽ മൽഫൂല. നമ്മൾ പറഞ്ഞു കളിയ രണ്ട് വിധമുണ്ട്, മൽഫൂലയുണ്ട്, മഅകൂലിയുണ്ട്. അപ്പോൾ പറയുന്ന കളിയ, മനസ്സിലുള്ള കളിയല്ല, നമ്മൾ തൊള്ള കൊണ്ട് പറയുന്ന കളിയയിൽ പറയപ്പെടുന്ന ലഫ്ല്, അല്ലേ, അല്ലത്തി തദല്ലു, എങ്ങനത്തെ ലഫ്ല്? തദുല്ലു അലൽ നിസ്ബത്തിൽ ഹുക്മിയ, ഇവ രണ്ടിൻ്റെയും ഇടയിൽ, ഈ സെയ്ദിൻ്റെയും ഖായിമിൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ലഫ്ല് തുസമ്മ റാബിത്ത, അതിൻ്റെ പേരാണ് റാബിത്ത. റാബിത്തയുടെ താരീഫ് മനസ്സിലാക്കിക്കോ. അൽ ലഫ്ലത്തുൽ മദ്കൂറത്തു ഫിൽ ഖളിയത്തിൽ മൽഫൂലത്തി, എങ്ങനത്തെ ലഫ്ലത്താണെന്ന് പറയുന്നത്? തദുല്ലു, അതിൻ്റെ പണി തന്നെ തദുല്ലു അലൽ നിസ്ബത്തിൽ ഹുക്മിയ, ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഹുക്കുമ്, ഖിയാമ് എന്ന ഹുക്കുമ്, അതാണ് ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള ബന്ധം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്നത്, അതിൻ്റെ പേര് റാബിത്ത. അപ്പോൾ ഇവിടെ ഇതിന് റാബിത്ത എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ദാല് എന്ന് പേരിട്ടത്, ദാല് എന്നുള്ളതാണ്, അല്ലേ, അദ്ദാലു എന്നുള്ളത് തസ്മിയത്തു ദാലി ബി ഇസ്മിൽ മദ്ലൂലി, ഇത് ശരിക്കും അറിയിക്കപ്പെടുകയാണ്, അറിയിക്കല്ല ചെയ്യുന്നത്, ഈ നിസ്ബ അറിയിക്കപ്പെടുകയാണ് അവിടെ, എന്നിട്ടാണ് അതിന് ദാല് എന്ന് പേരിട്ടത്. അതൊരു ബലാഗയുടെ രീതിയാണ് മദ്ലൂലിനെ ദാല് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫഇന്ന റാബിത്തത്ത, ഇവിടെ റാബിത്ത ശരിക്കും ഹിയ നിസ്ബത്തുൽ ഹുക്മിയ, ഇവിടെയുള്ള ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഹുക്കുമ്, ഖിയാമ് എന്ന ഹുക്കുമിലെ നിസ്ബയാണ്, ബന്ധമാണ്, അല്ലാതെ അറിയിക്കലല്ല അത്. ഓക്കെ, വഫി കൗലിഹി അദ്ദാലു അലൻ നിസ്ബത്തി, ഇവിടെ ദാലു അലൻ നിസ്ബത്തി എന്ന വാക്കാണ് മുസന്നിഫ് ഉപയോഗിച്ചത്. അതിലൊരു സൂചനയുണ്ട്, ഇല അന്ന റാബിത്ത എപ്പോഴും അദാത്തുൻ, അതൊരു അദാത്തായിരിക്കും, ലി ദലാലത്തിഹ അലൻ നിസ്ബത്തി, കാരണം അദാത്തുകളാണ് നിസ്ബയുടെ മേൽ സാധാരണ അറിയിക്കാറ്. അല്ലത്തി ഹിയ മഅനൻ ഹർഫിയുൻ ഗൈറു മുസ്തഖിൽ, അദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹർഫിയായ ആശയമാണ്, ഒരു ഹർഫാണ്, ഗൈറു മുസ്തഖിലിൻ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്ത, അല്ലേ, ഫി ഹുവ ഹിയ. ഓക്കെ, വഅലം അറിയുക, അന്ന റാബിത്ത, ഈ റാബിത്ത ഖദ് തുസ്കറു ഫിൽ ഖളിയത്തി വഖദ് തുഹ്ദഫു, ഇത് കളിയയിൽ പറയാതിരിക്കാം, ചില ഭാഷകളിൽ അത് പറയുന്നതായി കാണാം. സെയ്ദ് കായിം ഹേ, സെയ്ദ് കടാ ഹുവാ ഹേ, അല്ലെങ്കിൽ കടാ ഹേ, അല്ലേ, അവിടെ ഹേ എന്ന് പറഞ്ഞിട്ട് ആ റാബിത്ത പറയുന്നുണ്ട്. പക്ഷെ അറബിയിൽ സാധാരണഗതിയിൽ അത് പറയാറില്ല.
ആണെങ്കിൽ പറയാട്ടോ. അപ്പോൾ കളിയയിലെത്തി ചിലപ്പം പറയാതിരിക്കാം ഈ റാബിത്ത. ഫൽ കളിയത്തു അലൽ അവലി, പറയുമ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ ഈ കളിയ തുലാസിയായിരിക്കും അല്ലേ, 3 ജുസുകൾ കൂടിയ ഒരു കളിയായിരിക്കും. സെയ്ദുൻ ഹുവ കായിമുൻ, അവിടെ 3 എണ്ണം ഉണ്ട്, അടുപ്പാണ്. സെയ്ദ് 1, ഹുവ 2 ആയി. വാലസാനി, ഈ റാബിത്ത് അവിടെ പറയുന്നില്ലെങ്കിൽ സുനായിയ, അത് 2 ആണ്. സെയ്ദ് കായിമ് ഹുവല്ലല്ലോ, അപ്പോൾ 2 എണ്ണം, 2 ജുസുകൾ അടങ്ങിയ. ഓക്കെ, അപ്പോൾ ഈ റാബിത്ത് എന്താണ് എന്ന് മനസ്സിലായി. ഇനി റാബിത്തിനെ സൂചിപ്പിക്കാൻ നമുക്കൊരു പദം കൊണ്ടുവരണ്ടേ. മറ്റേതിപ്പോൾ മൗലൂ ഒക്കെ മാറാം, സെയ്ദിന് പകരം അമ്രാവാം, മഹ്മൂലും മാറാം, കായിമിന് പകരം ജാലിസാവാം, കായിദാവാം, നായിമാവാം. പക്ഷെ റാബിത്ത് എപ്പോഴും അല്ലേ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു സാധനമാണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സംഗതിയെ കൊണ്ടുവന്നൂടെ എന്നാണ് അടുത്തത്. വഖദുസ്തുഇറ ലഹ, ഈ റാബിത്തക്ക് ഇസ്തിആറത്തായിട്ട് അല്ലെങ്കിൽ വായ്പയായിട്ട്, വായ്പയായി നമ്മൾ കൊണ്ടുവരും ഹുവ എന്ന സാധനത്തെ. ഹുവയായിരിക്കും എപ്പോഴും റാബിത്ത്, അല്ലെങ്കിൽ ഹുവയുടെ സമാനമായ ഹിയയോ ഒക്കെ ആയിരിക്കും അല്ലേ. ഹിന്ദാണെങ്കിൽ ഹിയ ആയിരിക്കും അല്ലേ. അപ്പോൾ ഹുവ എന്നുള്ളതിനെ നമ്മൾ ഒരു വായ്പയായിട്ട് കൊണ്ടുവന്നതാണ്. ഉസ്തുഇറ എന്ന് പറഞ്ഞ ഇസ്തിആറത്ത് വായ്പയായി കൊണ്ടുവന്നത്. ഏലം അന്ന റാബിത്ത തങ്കസിമു ഇല സമാനിയ, അത് സമാനിയയുമുണ്ട് ഗൈറു സമാനിയുണ്ട്. ഒരു കാലത്തെ സൂചിപ്പിക്കുന്നുണ്ട്, കാലത്തെ സൂചിപ്പിക്കാത്തതുണ്ട്. കാലത്ത് സൂചിപ്പിക്കാറുള്ള തദുല്ലു അല ഇഖ്തിറാനി നിസ്ബത്തിൽ ഹുക്മിയ്യ ബി അഹദിൽ അസ്മിനത്തി സലാസ. അപ്പോൾ കാലത്തെ സൂചിപ്പിക്കുന്ന റാബിത്തയാണെങ്കിൽ അത് ഏതെങ്കിലും 3 കാലങ്ങൾ, ത്രികാലങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്നിട്ടായിരിക്കും ഈ ഹുക്ം ഉണ്ടാവുക. ഓക്കെ, ഏതെങ്കിലും ഒന്നുകിൽ ഭാവി, ഭൂതം, വർത്തമാനം. ഇപ്പോൾ സെയ്ദുൻ കാന കായിമ, അയാൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. യക്കൂനു കായിമ അല്ലേ, നിൽക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ യക്കൂനു കായിമ, സയക്കൂനു കായിമ, അങ്ങനെ ഏതെങ്കിലും ഒരു സമാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഗൈറു സമാനിയത്തുൻ ബിഖിലാഫി ദാലിക, അപ്പോൾ ഗൈറു സമാനിയായതുണ്ട്, ഗൈറു സമാനിയായ റാബിത്തുണ്ട്. നേരെ ഉദാഹരണം, ഒരു കാലത്തോടും ചേരാത്ത, എല്ലാ കാലത്തിനും പറ്റുന്നത്. വദക്കറൽ ഫാറാബി, എന്നിട്ട് ഫാറാബി എന്ന് പറയുന്ന ഫിലോസഫർ അല്ലേ, ഇതിൻ്റെ മുഹദ്ദിബാണ്, മന്തിക്കിൻ്റെ മുഹദ്ദിബാണ്. അദ്ദേഹം പറയുന്നു അന്നൽ ഹിക്മത്തൽ ഫൽസഫി, ഇതിൻ്റെ ഒരു ചരിത്രം പറയാൻ മൂപ്പര്. ഫിലോസഫി എന്നുള്ളത് ലമ്മാ നുഖിലത്ത് മിനൽ ലുഗത്തിൽ യൂനാനിയ, ലാറ്റിനിൽ നിന്ന് അത് നീക്കപ്പെട്ടു ഇലൽ അറബിയ, അറബിയിലേക്ക്. ഇതുണ്ടായത് ലാറ്റിനിലാണ് ഫിലോസഫി അല്ലേ. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഫിലോസഫേഴ്സ്. അപ്പോൾ ഗ്രീക്കിൽ നിന്ന് അത് അറബിയിലേക്ക് നീക്കപ്പെട്ടു. അപ്പോൾ വജദൽ കൗമു, ഈ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ടു അന്ന റാബിത്തത്ത് സമാനിയ ഫി ലുഗത്തിൽ അറബി, അറബി ഭാഷയിൽ ഈ സമാനിയായ കാലവുമായി ബന്ധപ്പെട്ട റാബിത്ത ഹി അഫ്ആലുൻ നാഖിസായ ചില ഫേലുകളാണ് എന്നവർക്ക് മനസ്സിലായി, കണ്ടു, അവർക്ക് എത്തിക്കാനായി. ഏതാണ് നാഖിസായ ഫീലുകൾ? കാന, സാറ. അപ്പോൾ സമാനിയായ റാബിത്തയെ കുറിച്ച് ഓൽക്കൊരു ബേജാറുമില്ല. ഉണ്ട്, കാനുണ്ട്, സാറുണ്ട്, ഇവിടെ എത്രയോ സാധനങ്ങളുണ്ട്. സമാനിന് നമ്മൾ നേരത്തെ പറഞ്ഞു, കാന, മാലി, യക്കൂനു, മുലാരി, ഫ്യൂച്ചർ അല്ലേ, മുലാരി, മുസ്തഖ്ബിൽ, ഹാല്, ഇതിനൊക്കെ സൂചിപ്പിക്കാൻ എന്തുണ്ട്, നാഖിസായ ഫീലുകളുണ്ട്. അപ്പോൾ സമാനിയായ റാബിത്തയെ കുറിച്ച് ഓൽക്കൊരു ബേജാറുമില്ല. പക്ഷേ വലാക്കിൻ ലം യജിദു ഫീ തിൽക്കൽ ലുഗത്തി, പക്ഷേ അറബിയിൽ ഓൽക്ക് എത്തിക്കാനായില്ല റാബിത്ത തന്നെ ഗൈറു സമാനിയായ റാബിത്തന്നെ ഓൽക്ക് കിട്ടുന്നില്ല. എങ്ങനത്തത്? തക്കും മോക്കാമ ഹസ്ത് ഫിൽ ഫാരിസിയ, ഫാരിസി ഭാഷയിൽ ഹസ്ത് എന്നതിന് പകരം നിൽക്കാൻ അറബി ഭാഷയിൽ ഒന്നില്ല. ഇസ്തൻ ഫിൽ യൂനാനിയ, യൂനാനി ഭാഷയിൽ ഇസ്തൻ എന്നുള്ളതിന് പകരം നിൽക്കാൻ അല്ലേ, ഹിന്ദിയിൽ ഹേ എന്നുള്ളതിന് പകരം നിൽക്കാൻ. ഫസ്തആറൂലി റാബിത്തത്തിൽ ഗൈരി സമാനിയ, അപ്പോൾ ഈ ഗൈറു സമാനിയായ റാബിത്തക്ക് അവർ വായ്പയായി കൊണ്ടുവന്നതാണ് ഹുവ, ഹിയ, ഹുമ, ഹും എന്നുള്ളതല്ല. മാ കൗനിഹ, എന്നാൽ സത്യത്തിൽ ഇവയെല്ലാം ഫിൽ അസ്ലി അസ്മാ, ഇവയെല്ലാം ഇസ്മുകളാണ്. ല അദവാത്ത്, ഇവയൊന്നും അദാത്തുകളല്ലല്ലോ ശരിക്കും പറഞ്ഞു. ഫഹാദ മാ അശാറ ഇലൈഹിൽ മുസന്നിഫ് ബി ഖൗലിഹി, അപ്പോൾ റാബിത്ത അദാത്താവും വേണം, എന്നാൽ ഇവർ കൊണ്ടുവന്ന അദാത്തുകളാണെങ്കിൽ ഹുവ, ഹിയ എന്ന് പറയുന്ന ഇസ്മുവാണ് അല്ലേ. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ഇസ്മുകളെ അദാത്താക്കേണ്ടി വരുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഇസ്തിആറ എന്ന് വാക്കിനെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ റാബിത്തക്ക് വേണ്ടി വെക്കപ്പെട്ടു എന്ന് വെച്ചാൽ മതിയായിരുന്നു, വക്കത് വൊലി അലഹ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ,
വഖദ് വുളിഅ ലഹ എന്ന ഭാഷ ഉപയോഗിച്ചാൽ മതിയായിരുന്നു മുസന്നിഫിന്. പക്ഷെ അദ്ദേഹം ഇസ്തഈറ എന്നാണ് പറഞ്ഞത്. ഇസ്തആറ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒരു സാധനത്തെ വായ്പ. ഇപ്പോൾ നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കുമ്പോൾ ആ വണ്ടിയുടെ പണി എന്താ? അത് അയാളുടെ ഓണറിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് വേറൊരു ആവശ്യത്തിന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇതേ പറഞ്ഞ മാതിരി ഇവിടെ അറബി ഭാഷയിലുള്ള ഹുവ ഹുമ എന്നൊക്കെ ഉള്ളത് ഇസ്മുകളാണ്. പക്ഷെ വായ്പയായിട്ട് നമുക്ക് വേണമെങ്കിൽ അദാത്തായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് വഖദ് ഉസ്തുഈറ ലഹ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗൈറു സമാനിയായ റാബിതകൾക്ക് വേണ്ടി ഇസ്മുകളായ ഹുവ ഹിയ എന്നുള്ളയെ അദവാത്തായിട്ട് ഉപയോഗിച്ചു. ഫഖദ് യുദ്കറു ലിറാബിത്തത്തിൽ ഗൈരി സമാനിയ. അപ്പോൾ ഇതാണ് ഗൈറു സമാനിയായ റാബിത്തൻ്റെ ഉദാഹരണം ഹുവ ഹിയ എന്നൊക്കെ. എന്നാൽ ചിലപ്പോൾ വഖദ് യുദ്കറു ലിറാബിത്തത്തിൽ ഗൈരി സമാനിയ, ഗൈറു സമാനിയായ റാബിത്തക്ക് ഇത് മാത്രമല്ല, ഏത് ഹുവ ഹിയ എന്നുള്ളത് മാത്രമല്ല, മറ്റു ചില പദാവലികൾ ഉപയോഗിക്കും. അസ്മാ ഉൻ മുഷ്തഖത്തു മിനൽ അഫ്ആലി നാഖിസ, നാഖിസായ ഫേലുകൾ കാന സാറ എന്നൊക്കെ ഉള്ള അതിലുള്ള അതിൻ്റെ മുഷ്തഖായ ഇസ്മുകൾ. കായിന്, ഉദാഹരണം കായിന്, വജദ മൗജൂദ് എന്നുള്ളത്. സെയ്ദുൻ കായിനുൻ കായിമ, സെയ്ദ് എഴുന്നേറ്റു നിൽക്കുന്നവൻ ആയി. ഔ ഉമൈറിസ് മൗജൂദുൻ ഷായിറ, ഉമൈറിസ് ഷായിർ ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സമ്മപ്പ് ചെയ്യാണ്, ശ്രദ്ധിക്കുക. നമ്മൾ തസ്തീഖാത്തിൻ്റെ ചർച്ചയിലേക്കാണ് കിടക്കുന്നത്. തസ്തീഖാത്തിൻ്റെ താരീഫ് എന്ന് പറയുന്നത്, തസ്തീഖാത്തിൽ നമ്മൾ ആദ്യമായി പറയുന്നത് ഖളിയാണ്. ഖളിയ എന്ന് പറഞ്ഞാൽ ഖൗലു യഹ്തമിലു സിദ്ഖ വൽ കദിബ എന്നാണ്, അല്ലേ അതിൻ്റെ താരീഫ്. ഖൗല് എന്ന് പറഞ്ഞാൽ അറബിയുടെ ഭാഷാശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പോലെ മൊഴിയുന്ന വാക്കുകൾക്ക് മാത്രമല്ല കൗലെന്ന് പറയാം, മൊഴിയുന്ന വാക്കുകൾക്കും മനസ്സിലുള്ള വാക്കുകൾക്കും കൗലെന്ന് പറയും, അല്ലേ. യഹ്തമിലു സിദ്ഖ വൽ കദിബ, സിദ്ഖ് എന്ന് പറഞ്ഞാൽ വാക്യനോട് യോജിക്കുക, കദിബ് എന്ന് പറഞ്ഞാൽ വാക്യനോട് യോജിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു ഖളിയയാകുമ്പോൾ അത് മോജബയും ഉണ്ടാകും, സാലിബയും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഈ മോജബയായാലും സാലിബയായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിനെയാണ് അത് ഹംലിയ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഈ ഹംലിയയിൽ മൗലു ഉണ്ട്, മഹ്മൂലുണ്ട്. മൗലുവിൻ്റെ ഉദാഹരണം സെയ്ദ്, മഹ്മൂലിൻ്റെ ഉദാഹരണം ഖായിമ എന്നുള്ളത്. മൗലുവിനെ നമ്മൾ മഹ്കൂമ അലൈഹി എന്ന് വിളിക്കും, മഹ്മൂലിനെ നമ്മൾ മഹ്കൂമ ബിഹി എന്ന് വിളിക്കും. ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ വന്ന ഏറ്റവും വലിയ ചർച്ച റാബിത്തയാണ്. റാബിത്ത എന്ന് പറഞ്ഞാൽ ഇവ രണ്ടിനെയും ചേർക്കുന്ന നിസ്ബയാണ്, അല്ലെങ്കിൽ അദ്ദാലു അല നിസ്ബയാണ്. ഈ റാബിത്ത സമാനിയയുമുണ്ട്, ഗൈറു സമാനിയയുമുണ്ട്. സമാനിയെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകൾ യുനാനിയുടെ ആളുകൾ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് കണ്ടു. പക്ഷേ ഗൈറു സമാനിയെ സൂചിപ്പിക്കാൻ വാക്കുകൾ അവർക്ക് കിട്ടിയില്ല. ഹസ്ത്, ഇസ്തൻ എന്നീ പദങ്ങൾക്ക് പകരമായി അറബിയിൽ ഒരു വാക്കില്ലാതെ വന്നപ്പോൾ അവർ ഇസ്മുകളായ ഹുവാഹിയ എന്നിവയെ അദവാത്തുകളായി വായ്പക്കെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മാത്രവുമല്ല, ഗൈറു സമാനിയക്ക് മറ്റു ചില പദങ്ങളും നാക്കിസായ ഫീലുകളുടെ ഇസ്മു ഫായിലുകളും നമുക്ക് വേണമെങ്കിൽ ഗൈറു സമാനിയയുടെ റാബിത്തയായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇത്രയുമാണ് പറഞ്ഞത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് കേട്ട ഉടനെ എനിക്ക് അയച്ചു തരിക. അസ്സലാമു അലൈക്കും.